യുവ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞുള്ള നടപടി നീട്ടി ഹൈക്കോടതി. വാദം പൂർത്തിയാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന് നമ്മൾക്കൊപ്പം ഉടൻ തന്നെ ചേരും. യുവ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിലാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞുള്ള നടപടി നീട്ടിയിരിക്കുന്നത്. നേരത്തെ റാപ്പർ വേടന്റെ അറസ്റ്റ് പാടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഷബ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനിൽ, ഈ കേസിന്റെ വാദം പൂർത്തിയാക്കി. ഏതായാലും അറസ്റ്റ് തിങ്കളാഴ്ച വരെ പാടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വേടന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പരാതിക്കാരി ഇന്നും കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തു. ചില രേഖകൾ ഹാജരാക്കാനുണ്ട് എന്നായിരുന്നു കോടതിയിൽ പരാതിക്കാരി ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് നൽകിയ മൊഴി വായിച്ചു നോക്കാൻ പരാതിക്കാരിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആരുടെയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വെച്ചാണ് പരാതിക്കാരി വാദിക്കുന്നത്, കോടതിയിലാണ് സംസാരിക്കുന്നത് എന്ന് ഓർക്കണം എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കോടതിക്ക് പരിഗണിക്കാനാകില്ല. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ പരിധി കടന്നാണ് ഇത്തരത്തിൽ അഭിഭാഷകർ സംസാരിക്കുന്നത് എന്ന് ഇടയ്ക്ക് വാദത്തിനിടെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചാണ് കോടതിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുക എന്ന് കോടതി വ്യക്തമാക്കി. വേടന്റെ 2 കേസുകൾ ഉണ്ട് എന്നും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചത്. ഇതിനെയാണ് കോടതി വിമർശിച്ചത്. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.